ഹലോ, ഇന്ന് നമ്മൾ ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും പാക്കുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എപ്പോഴും എന്നോട് കമൻറ്റ് ചെയ്ത് എന്ത് പാക്ക് ഇട്ടാലും ചോദിക്കും, മാം ഇത് ഓയിലി സ്കിന്നിന് ഓക്കെ ആണോ, ആഗ്നി ഉള്ളവർക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ ഓയിലി സ്കിന്നുകാർക്കുള്ള ക്ലെൻസർ, അതുപോലെ തന്നെ ടോണർ, ദെൻ മോയ്സ്ചറൈസർ, കൂടാതെ ഫേസ് പാക്കുകൾ, ഫേസ് മസാജ്, സ്ക്രബ്ബ്, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ ഓയിലി ആണ്, ഓപ്പൺ പോവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. സ്കിൻ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് സ്കിന്നിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. സ്കിൻ ഓയിലി ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഓയിലി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ എന്താണോ ഉള്ളിൽ കൊടുക്കുന്നത് അതാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, ഫ്രൈഡ് ഐറ്റംസ്, ഇതെല്ലാം മാക്സിമം ഓയിലി സ്കിന്നുകാർ ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സെബം ഉണ്ട്, പിന്നെ നമ്മൾ ഫുഡിലൂടെ നമ്മൾ വീണ്ടും അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വാട്ടർ ബേസ്ഡ് ആയിരിക്കണം. ഓയിലോ ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതോ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതോ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല. അത് ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരുപാട് ഹോം ട്രീറ്റ്മെൻറ്റാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കുകളും അതുപോലെ തന്നെ CTM-ഉം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. CTM എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. ഇത് നമ്മളുടെ സ്കിന്നിന് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഡെയിലി കുളിക്കണ്ടോ, ഡെയിലി ഫുഡ് കഴിക്കുന്നുണ്ടോ, എന്നാൽ നമ്മൾ ഈ CTM എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മളുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, ഞാൻ എൻ്റെ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് പറയുന്ന കാര്യമാണ് CTM. അത് ചെയ്യാൻ തുടങ്ങിയവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം സ്കിന്നിന് ചേഞ്ചസ് വന്നു എന്നുള്ളത്. വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത്, അത് നമ്മൾ ചെയ്യണം. അതിനാണ് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. ക്ലെൻസർ നമ്മുടെ സ്കിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാനും, ടോണർ വേണം, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചർ വേണം. ഇതെല്ലാം വന്നാൽ മാത്രമേ നമ്മുടെ സ്കിൻ എന്നും ഓക്കെ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സ്കിന്നിൽ വരും. ഇന്ന് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല, പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാസത്തെ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസ് എടുക്കാം. അതിലൂടെ നിങ്ങളുടെ സ്കിൻ നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഏജ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ പറഞ്ഞുതരും. പ്രൊഡക്റ്റും ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വീഡിയോ വഴി ഞാൻ കാണിച്ചു തരും. അപ്പോൾ 5,000 എനിക്ക് 3 മാസത്തേക്ക് ഫീസ് ഉണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 100% ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കാരണം നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, എനിക്കൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് വന്ന് നമ്മളുടെ അടുത്ത് വന്ന റിസൾട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല, സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ട് ഒരു സ്കിൻ കെയർ റൊട്ടീനിലൂടെയാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഒരു ഹെൽത്തി സ്കിൻ 1-2 ദിവസത്തേക്കോ കുറച്ച് മാസത്തേക്കോ ഉള്ളതല്ല നമ്മൾ പറഞ്ഞു തരുന്നത്. ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്ന് തേച്ച് വെളുപ്പിക്കാനുള്ള ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ട് ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഗൈഡൻസ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓയിലി സ്കിന്നുകാരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലെൻസറായിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ പയറുപൊടി ഉണ്ടല്ലോ, നമ്മളുടെ ചെറുപയർ, അതായത് നമ്മൾ അവിടെ വേറെ വേറെ പേരുകളായിരിക്കും പറയുക, നമ്മളിവിടെ പറയും പച്ച കളറിലെ ചെറിയ ചെറിയ പയറുപൊടി. ഓക്കെ, അത് പറഞ്ഞാൽ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ പയറുപൊടി ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പൊടിയാക്കി വെക്കുക. then ഇതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒരുപാട് മറ്റേ റോസ് വാട്ടർ ഒന്നും തന്നെ വേണ്ട, പ്ലെയിൻ വാട്ടർ മതി. അതിലൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഡെയിലി വൈസിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ ഒരു ഓയിൽ ഭയങ്കരമായിട്ട് കുറയാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ചാൽ
നമുക്കൊരു മസാജിങ് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കേട്, അതിലേക്ക് കുറച്ച് നമ്മൾക്ക് കസ്തൂരി മഞ്ഞൾ കൊടുക്കാം, അതിൽ കുറച്ച് ലൈം ജ്യൂസ് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പാക്കായിട്ടും ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. പ്ലസ് ടാൻ ഉള്ളവർ, പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കും ഇത് പാക്കായിട്ട് ഉപയോഗിക്കുന്നതും സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും കേട്ടോ. ഭയങ്കര ഒരു എക്സ്ഫോലിയേഷനും കൂടി നമുക്കിതിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഫോർ ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പർബായിരിക്കും. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ അടിപൊളി റിസൾട്ടാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പാക്ക് തന്നെയാണ് പറയുന്നത്. പാക്കായിട്ട് നമുക്ക് എടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കടലമാവ് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മളുടെ മുൾത്താനി മിട്ടി ഒരു സ്പൂൺ, രണ്ടും ഓരോരോ സ്പൂൺ എടുക്കുക. ദെൻ ഇതൊന്നും വെള്ളത്തിൽ തന്നെ നമുക്ക് പാക്ക് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് നോക്കൂ. നമുക്ക് അപ്പോൾ അറിയാം റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് മുൾട്ടാനി മെട്ടി നമുക്ക് ഫേസ് വാഷായിട്ട് ജസ്റ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും ഭയങ്കര റിസൾട്ടായിരിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ്. കൂടാതെ ഓയിലി സ്കിന്നുള്ള CTM പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാലോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ പയർ പൊടി എടുക്കുന്നു, അതിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഡെയിലി വൈസിൽ നമ്മൾ ഫേസ് വാഷ് പോലെ നമുക്ക് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക. സെക്കൻഡ്, നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷനും ടാനൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാക്കായിട്ടും ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് തൈര് എടുക്കുക, ഒരു കേർഡ് എടുക്കുക, ഒരു സ്പൂൺ, അതിലേക്ക് കുറച്ച് നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ 1/4 ടീസ്പൂൺ അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഭയങ്കര റിസൾട്ടായിരിക്കും. ദെൻ അടുത്തത് ഞാൻ പറഞ്ഞത് മുൾട്ടാനി മെട്ടി ഒരു സ്പൂൺ എടുക്കുക, ഒരു സ്പൂൺ നമ്മളുടെ കടലപ്പൊടി എടുക്കാം, കടലമാവ് എടുക്കുക. ദെൻ രണ്ടും കൂടി മിക്സ് ചെയ്യുക, ബേസൻ പൗഡർ. സോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് റോസ് വാട്ടറിലും മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിലും മിക്സ് ചെയ്യാം, പ്ലെയിൻ വാട്ടറിലും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പർബായിരിക്കും. ഇതും നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇനി പറഞ്ഞുതരാൻ പോകുന്നതാണ് CTM, ഓയിലി സ്കിന്നുകാർക്കുള്ള CTM ആണ്, ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ. CTMനായിട്ട് നമുക്ക് എടുക്കുക മുൾട്ടാനി മെട്ടി, നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് ക്ലെൻസറായിട്ട് എടുക്കാം കേട്ടോ. ക്ലെൻസിങ്ങിന് നല്ല ഒരു ഡീപ്പ് എഫക്റ്റ് നമുക്ക് കിട്ടും. ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുക. അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അത് നമുക്ക് മസാജ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ഉരച്ചൊന്നും ചെയ്യരുത് കേട്ടോ. സ്കിന്നെന്ന് പറയുന്നത് നമ്മൾ ഫേസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാൻ. പെട്ടെന്ന് വെളുക്കണമെന്നുള്ളതിൽ ഭയങ്കര ഉരച്ചൊന്നും തേച്ച് കഴിയേക്കരുത്. ഭയങ്കര സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമുക്ക് ടോണറിനായിട്ട് നമുക്ക് ഗ്രീൻ ടീ ടോണർ എടുക്കാം. ഗ്രീൻ ടീ ടോണർ എന്ന് പറയുമ്പോൾ 1 കപ്പ് വെള്ളം നമ്മൾ ഗ്രീൻ ടീക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 2 to 3 ബാഗെങ്കിലും ഇട്ട് അതിൻ്റെ നല്ലപോലെ ഇത് കിട്ടണം. ഓക്കെ, 2 to 3 ബാഗെങ്കിലും ഇടുക. നല്ല ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് 3 ബാഗ് നമുക്ക് അതിലേക്ക് ഡിപ്പ് ചെയ്തിടുക. അതല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ ലീഫായിട്ടാണെങ്കിലും കുറച്ച് കൂടുതൽ ഇടുക. സാധാരണ ഇടുന്നതിൻ്റെ ഒരു 1 to 1.5 സ്പൂണൊക്കെ ഇടുക. അപ്പോൾ ഇത്രയും സമയം ഇട്ട് അത് നല്ലപോലെ അത് സെറ്റായതിനു ശേഷം, ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഫോർ ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിരിക്കും. ഇതും ട്രൈ ചെയ്ത് നോക്കൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് മോയ്സ്ചറൈസറിനായിട്ട് നമുക്ക് നമ്മുടെ അലോവേറ ജെൽ എടുക്കാം. അലോവേറ ജെൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, അതിനകത്ത് കളർ ആഡ് ചെയ്ത് തരുന്നതൊന്നും മേടിക്കരുത് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗുലാബി അതായത് നമ്മളുടെ റോസ് വാട്ടർ അല്ലെങ്കിൽ റോസിൻ്റെ ജെൽ അതൊക്കെ കിട്ടും, അതെടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് അലോവേറ ജെൽ മാത്രം. ചിലവർക്ക് അലോവേറ ജെൽ സ്യൂട്ടാവില്ല. സ്കിൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, പാച്ച് ടെസ്റ്റ് കൊടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി റോസിൻ്റെ നമുക്ക് ജെല്ല് കിട്ടും കേട്ടോ, അതും കൂടി എടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെൽ മാത്രമായിട്ടും ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫോർ ഓയിലി സ്കിന്നുകാർക്ക് ബെറ്ററാണ്. പ്ലസ് ഞാൻ ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ നാൽപ്പമരാതി മിൽക്ക് ക്ലെൻസർ
ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. വാങ്ങിച്ച എല്ലാവർക്കും അത്രയും ഒരു ടൈം ഉപയോഗിച്ചപ്പോൾ തന്നെ അത്രയും റിസൾട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ പറയട്ടെ, ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സ്കിന്നിൽ ഒരുപാട് രീതിയിൽ ആഗ്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇത് സ്കിന്നിൽ ഓയിലി ആയിട്ട് നിൽക്കുന്നതല്ല, ഇത് മിൽക്കിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മാജിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മാജിക് ഓയിൽ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അത്രയും ഒരു മാജിക്കാണ് ഈ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണെങ്കിൽ ശരി, അത്രയും ഒരു മാജിക്കാണ്. അത്രയും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓർഡർ ചെയ്തവർക്ക് അറിയാം, മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അത്രമാത്രം റിസൾട്ടാണ്. അപ്പോൾ ഇനിയും ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് 10 ദിവസമെങ്കിലും എടുക്കും കേട്ടോ. എല്ലാം തന്നെ പ്രീ ബുക്കിംഗ് ആണ്. ഓക്കെ, 850 രൂപയാണ് 100 ml വരുന്നത്. അത്രയും റിസൾട്ടാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും ആയുർവേദിക്കോ എവിടെയെങ്കിലും ഷോപ്പിൽ കിട്ടുന്ന പോലത്തെ ഒരു നാൽപ്പമരാതി തൈലോ അല്ല നമ്മൾ തരുന്നത്. ഇത് മാജിക് ഓയിലാണ്. നാൽപ്പമരാതി നമുക്ക് മിൽക്ക് ക്ലെൻസറാണ് ഇത്. ഓക്കെ, അത്രയും റിസൾട്ടാണ് പിഗ്മെൻറ്റേഷനും എല്ലാറ്റിനും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഗൈഡൻസ് എടുക്കാം കേട്ടോ. അതിലൂടെ നമ്മുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ഞാൻ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.